കോൺഗ്രസിനെന്നും കണ്ടക ശനിയാണ്. അല്ല, കയ്യിലിരിപ്പ് നന്നല്ലെങ്കിൽ ഇതല്ല ഇതിനപ്പുറത്തെ കാര്യങ്ങൾ വരെ നടക്കും. എന്നാലും ഒരു മര്യാദയില്ലേ? വന്ന് വഴിയിലൂടെ പോകുന്നവർ വരെ കോൺഗ്രസുകാരെ ട്രോളിക്കൊണ്ടാണ് പോകുന്നത് എന്ന അവസ്ഥയായിട്ടുണ്ട് കേരളത്തിൽ. താഴെത്തട്ടിലുള്ള ആളുകളെ സ്ഥാനത്ത് നിന്നും മാറ്റുന്നത് മുകളിൽ ഇരിക്കുന്ന ആളുകൾ തന്നെയാണ്. അതിന് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അത് അവിടെ മാത്രം പറഞ്ഞു തീർത്ത് ആ തീരുമാനം മാത്രമാവും പുറത്തു നിന്നുള്ള ഒരാൾ അറിയേണ്ടത്. വല്ല സംശയമുണ്ടെങ്കിൽ ഇക്കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. അവിടെ ഇങ്ങനത്തെ വല്ല പുകലുകളും നിങ്ങൾ കേൾക്കാറുണ്ട്. ഏറ്റവും അവസാനം കോൺഗ്രസിലെ നേതൃമാറ്റത്തെ പരിഹസിച്ചും KPCC അധ്യക്ഷൻ K സുധാകരനെ പിന്തുണച്ചും രംഗത്തെത്തിയിരിക്കുന്നത് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ്. രാജ്യാതിർത്തിയിൽ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ ഇവിടെ നടക്കുന്നത് ഓപ്പറേഷൻ സുധാകർ ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. പുതിയ അധ്യക്ഷനായി നേതൃത്വം പരിഗണിച്ചേക്കാവുന്ന ആന്റണി MP സ്വന്തം മണ്ഡലമായ പത്തനംതിട്ടയിൽ ഒരു കോൺഗ്രസുകാരനെ പോലും ജയിപ്പിക്കാൻ കഴിയാത്ത ആളാണെന്നും വെള്ളാപ്പള്ളി നടേശൻ കുറ്റപ്പെടുത്തുകയുണ്ടായി. K സുധാകരനെ ഇപ്പോൾ മാറ്റുന്നതിന്റെ താല്പര്യം എന്താണെന്നാണ് അറിയേണ്ടത്. അതും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ. ജനങ്ങളിൽ നിന്ന് നല്ല ഭൂരിപക്ഷത്തിൽ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനം സ്വീകരിച്ച കരുത്തനായ നേതാവാണ് K സുധാകരൻ. സുധാകരനെ വെട്ടിനിർത്താൻ തെക്കനായ ആളുകൾ ഒന്നിച്ചു നിൽക്കുകയാണ് എന്നും കോമൺ സെൻസ് ഉള്ള ആരെങ്കിലും ഇപ്പോൾ KPCC പ്രസിഡന്റ് ആകുമോ എന്നും വെള്ളാപ്പള്ളി ആരായുകയുണ്ടായി. മാത്രമല്ല, തിരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസിൽ ഒരു യുദ്ധത്തിന് വഴി ഉണ്ടാകുമോ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അധ്യക്ഷനെ മാറ്റാനാണെങ്കിൽ എന്തുകൊണ്ടാണ് മുരളീധരനെ ആക്കാത്തത്? കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ളവർക്ക് കണ്ടക ശനിയാണ്. കോൺഗ്രസിന് ബൊമ്മകളെയാണ് ആവശ്യം, കഴിവുള്ളവനെ വേണ്ട. സിന്ദൂർ യുദ്ധത്തെക്കാൾ വലിയ യുദ്ധമാണ് കോൺഗ്രസിൽ ഇനി നടക്കാൻ പോകുന്നത്. അധ്യക്ഷ സ്ഥാനത്ത് ഇപ്പോൾ മാറ്റമുണ്ടായാൽ കോൺഗ്രസിന്റെ നാശം സംഭവിക്കും. മുരളീധരന്റെ പേര് പറഞ്ഞാൽ ആരെങ്കിലും എതിർക്കുമോ? ഇവർക്ക് വേണ്ടത് ചാടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ ചാടിക്കളിക്കുന്നവരെയാണ്, വെള്ളാപ്പള്ളി പറയുന്നു. സുധാകരനെ വെറും ആറാംകിട നേതാവാക്കുകയാണ്. പുതിയ അധ്യക്ഷ സ്ഥാനത്തേക്ക് നേതൃത്വം പരിഗണിക്കുന്ന ആന്റണി MP സ്വന്തം മണ്ഡലമായ പത്തനംതിട്ടയിൽ ഒരു കോൺഗ്രസുകാരനെ പോലും ജയിപ്പിക്കാൻ കഴിയാത്ത ആളാണെന്നും വെള്ളാപ്പള്ളി പരിഹസിക്കുകയുണ്ടായി. സഭയ്ക്ക് വഴങ്ങിയ ആന്റണിയെ പ്രസിഡന്റ് ആക്കുകയാണെങ്കിൽ അത് മൂന്നാമത്തെ കേരള കോൺഗ്രസ് ആകും. AK ആന്റണിയുടെ മകനാണ് ആന്റയുടെ ഐശ്വര്യമെന്നും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആന്റോ ജയിച്ചത് ആന്റണിയുടെ മകൻ മത്സരിച്ചതുകൊണ്ട് മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം നേതൃമാറ്റം ഉടൻ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾക്കിടെ സുധാകരനെ പിന്തുണച്ച് പല സ്ഥലത്തും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇന്ന് തൃശൂർ ജില്ലയിലും പോസ്റ്ററുകൾ പതിച്ചു. കോൺഗ്രസിനെ നയിക്കാൻ കേരളത്തിൽ K സുധാകരൻ എന്നെഴുതിയ പോസ്റ്ററുകളാണ് പ്രത്യക്ഷപ്പെട്ടത്. തൃശൂർ കളക്ടറേറ്റ് പരിസരത്താണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസം KPCC ഓഫീസിന് മുന്നിലും സുധാകരനെ അനുകൂലിച്ച് ഫ്ലക്സ് ബോർഡുകൾ വെച്ചിരുന്നു. KS തുടരണം എന്ന തലക്കെട്ടിലായിരുന്നു ബോർഡ്. K സുധാകരൻ തുടരട്ടെ, പിണറായി ഭരണം തുലയട്ടെ എന്നാണ് ബോർഡിലെ വാചകം. കോൺഗ്രസിന് ഊർജം പകരാൻ ഊർജ്ജസ്വലതയുള്ള നേതാവെന്നും സുധാകരനെ പിന്തുണച്ച് ഫ്ലക്സിൽ എഴുതിയിട്ടുണ്ട്. KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പേരിലാണ് ബോർഡ് ഉള്ളത്.